നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കരയുന്ന സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്തോ നിങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടോ, ശേ ഈ ചെറിയ കാര്യത്തിനാണോ നീ ഇത്ര കടന്ന് വിഷമിക്കുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ, എന്തിനാ ഇത്ര വിഷമിക്കുന്നത്, അതിന് അത്ര വലിയ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, ഒരുപാട് ഡ്രാമ കാണിക്കല്ലേ, ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? നമുക്കൊരു വലിയ പ്രോബ്ലം ഇല്ല എങ്കിൽ മറ്റൊരാളുടെ ഒരു പെയിൻ അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വിഷമിക്കുമ്പോൾ നമുക്കതൊരു കോമഡി ആയിട്ട് തോന്നാറുണ്ടല്ലേ? അതിനാണോ കരയുന്നത്? ഇതൊക്കെ കോമൺ അല്ലേ? ഇത്ര ഡ്രാമ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെയല്ലേ നമ്മൾ നോർമലി പറയാറില്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്ച്വലി ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ അത്രയും വലുതായിരിക്കാം. പുറമേ നിന്ന് കാണുന്ന ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അവരുടെ ലൈഫിൽ ജീവിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാവാം, അതുമല്ല എങ്കിൽ നമ്മളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ട്രോമാസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാകാം അവരെ ഇത്രയധികം വേദനിപ്പിക്കുന്നതും ഇത്രയധികം അവർ വിഷമിക്കുന്നതും. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്ക് അത് വളരെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും, പക്ഷേ മറ്റൊരാൾക്ക് മേ ബി ആ ഒരു സെയിം വെയിറ്റ് എന്ന് പറയണത് ഹെവി ആയിട്ടായിരിക്കും തോന്നുക. അതുപോലെ തന്നെയാണ് ലൈഫിൽ. നമുക്ക് ചെറുതായി തോന്നിയ കാര്യം മറ്റൊരാൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന രാത്രികൾ കൊടുക്കുന്നതായിരിക്കും. ബിക്കോസ് എവരി പേഴ്സൺ ഹാസ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്, ഡിഫറെൻറ്റ് ട്രോമാസ്, ഡിഫറെൻറ്റ് ഇമോഷണൽ സ്ട്രെങ്ത്. ചില ആളുകൾ അവരുടെ ചൈൽഡ്ഹുഡിൽ തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഹേർട്ട് ആയിട്ടുണ്ടാവും. ചിലർ റിപ്പീറ്റഡ്ലി തന്നെ ബിട്രേഡ് ആയിട്ടുണ്ടാവും. ചില ആളുകൾ അവരുടെ ലൈഫിൽ വല്ലാതെ ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് റിജക്ഷൻ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവും. സോ ഇവർ റിയാക്ട് ചെയ്യുന്നത് കറണ്ട് സിറ്റുവേഷൻ കൊണ്ട് മാത്രം ആവണമെന്നില്ല, പാസ്റ്റ് വൂണ്ട് കൊണ്ടും ആകാം. അതുകൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ചില സമയങ്ങളിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വിഷമിക്കുമ്പോൾ പോയി പറയും, ഓ ഇവരെന്തിനും ഇങ്ങനെ കാണിക്കണേ, ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനോ അവരെ ജഡ്ജ് ചെയ്യാനോ പാടില്ല. അവരുടെ പെയിൻ അവർക്ക് അത്രത്തോളം വലുതാണ്. അതിനെ എന്നിട്ട് സാന്ത്വനിപ്പിക്കുന്ന വേറെ ചിലരുണ്ട്, കരയില്ലടാ കരയില്ലടാ കരയില്ല. എന്തിനാ ഇങ്ങനെ കരയില്ല കരയില്ല എന്ന് പറയുന്നത്? കരയേണ്ടത് കരഞ്ഞു തന്നെയാണ് തീർക്കേണ്ടത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ അവരിൽ ഒരാളാവാതിരിക്കുക. ഓക്കെ, ഇതുപോലെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.